ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മിക്ക ചിത്രങ്ങളിലും നമുക്കൊരു ഓടക്കുഴൽ കാണാൻ സാധിക്കും. ഇതിൽ തന്നെ ഭൂരിഭാഗം ചിത്രങ്ങളിലും അദ്ദേഹം ഇത് വായിക്കുന്നുമുണ്ട്. എന്തുകൊണ്ടാണിത്? എന്താണ് ഇതിന് പുറകിലുള്ള കാരണം? ഭഗവാൻ എന്തുകൊണ്ടാണ് ഓടക്കുഴൽ തന്നെ വായിക്കുന്നത്? ഒരുപാട് ആൾക്കാർക്ക് ഈ ചോദ്യമുണ്ട്, ഈ സംശയമുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിന് ഉത്തരവും കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 3 നമുക്കിന്ന് കേൾക്കാം. ഇൻട്രസ്റ്റിംഗ് ആയ 3 കാരണങ്ങൾ. അതിൽ ആദ്യത്തേത് വളരെ സിമ്പിളാണ്, എന്നാൽ മൂന്നാമത്തത് അത്ഭുതകരമായൊരു കാഴ്ചപ്പാടാണ്. നിങ്ങളിൽ മിക്ക ആൾക്കാരും ഇത് കേട്ടിട്ടുണ്ടാവില്ല. നമുക്ക് ആദ്യത്തെ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭഗവാന്റെ കയ്യിൽ ഓടക്കുഴൽ വരാനുള്ള കാരണമായി പറയുന്നത് ഇതാണ്: അദ്ദേഹം ഒരു കൗഹേഡാണ്. ഇതാണ് ആദ്യത്തെ കാരണം. കൗഹേഡ് എന്നാൽ പശുക്കളെ നോക്കുന്ന ഒരാൾ എന്നർത്ഥം. ഭഗവാന്റെ പേര് തന്നെ ഗോപാലൻ എന്നാണ്. ഗോപാല എന്നാൽ പശുക്കളെ നോക്കുന്ന ഒരാൾ എന്നർത്ഥം. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമെന്നാൽ ഇന്നും പശുക്കളെ നോക്കുന്ന കമ്മ്യൂണിറ്റി ഇന്ത്യയിലുണ്ട്. ഇവർ ഇന്നും ഓടക്കുഴൽ ഉപയോഗിക്കാറുണ്ട്. പശുക്കളെ നോക്കുന്നവർ മാത്രമല്ല, ആടിനെ നോക്കുന്നവരും ആട്ടിടയന്മാരും ഫ്ലൂട്ട് പോലുള്ള ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാറുണ്ട്. മിക്ക ആൾക്കാരും ഫ്ലൂട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ചിലപ്പോഴൊക്കെ ഫ്ലൂട്ട് പോലുള്ള ഇൻസ്ട്രുമെൻറ്റും. ഉത്തരേന്ത്യയിൽ അൽഗോജ എന്നൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. നിങ്ങൾക്കിത് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. ആട്ടിടയന്മാർ ഉപയോഗിക്കുന്നൊരു ഇൻസ്ട്രുമെൻ്റാണത്. കാഴ്ചയിൽ ഓടക്കുഴൽ പോലെയാണ് തിരിക്കുന്നത്. ലോകമെമ്പാടും ആട്ടിടയന്മാർ ഓടക്കുഴൽ ഉപയോഗിക്കുന്നു. ഇത് എത്രയോ വർഷമായുള്ളൊരു കൾച്ചറാണ്. ഇടയന്മാർ ഓടക്കുഴൽ ഉപയോഗിക്കുന്നത് വളരെ സ്വാഭാവികമാണ്, വളരെ കോമണാണ്. ഷെപ്പേർഡ്സ് ഫ്ലൂട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ കാഴ്ചപ്പാട് പ്രകാരം ഭഗവാന്റെ കയ്യിൽ ഓടക്കുഴൽ വരാനുള്ള കാരണം ഇതാണ്: ഭഗവാൻ ഒരു കൗഹേഡാണ്, പശുക്കളെ നോക്കുന്ന ഒരാളാണ്, അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കാഴ്ചപ്പാടിലേക്ക് പോകാം. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സത്യത്തിൽ മൂന്നാമത്തെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ രണ്ടാമത്തെ കാഴ്ചപ്പാട് നമ്മൾ ഒരുപാട് സഹായിക്കും. മൂന്നാമത്തെ കാരണവും രണ്ടാമത്തെ കാരണവും തമ്മിൽ ബന്ധമുണ്ട്, ഒരു കണക്ഷനുണ്ട്. രണ്ടാമത്തെ കാരണം ഇതാണ്: സംഗീതം, മ്യൂസിക്. നോക്കൂ, സംഗീതത്തിന് വളരെ വലിയ പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ബന്ധം ഹൃദയവുമായിട്ടാണ്. സംഗീതം എല്ലാവരുടെയും ഹൃദയവുമായി കണക്റ്റഡാണ്. ഞാൻ പാട്ട് എന്നല്ല പറഞ്ഞത്, ശ്രദ്ധിച്ചോ, പാട്ട് എന്നല്ല പറഞ്ഞത്, സംഗീതം എന്നാണ്. നമ്മളിൽ പലർക്കും പാട്ടുകൾ ഇഷ്ടമാണ്. പാട്ടും സംഗീതവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പാട്ടിന് വരികളുണ്ട്, സംഗീതത്തിന് വരികളില്ല. നല്ലൊരു ചൈനീസ് പാട്ട് വെച്ച് തന്നാൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പ്രയാസമായിരിക്കും. അതിൻ്റെ മ്യൂസിക് ആസ്വദിക്കാൻ പറ്റും, അതിൻ്റെ സംഗീതം ആസ്വദിക്കാൻ പറ്റും. പക്ഷേ ആ പാട്ടിനെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല, കാരണം നിങ്ങൾക്കതിൻ്റെ വരികൾ മനസ്സിലാവുകയില്ല. പക്ഷെ അതേസമയം ഒരു ചൈനീസ് മ്യൂസിക്, അല്ലെങ്കിൽ റഷ്യയിലൊരാൾ ഓടക്കുഴൽ വായിക്കുന്നു, അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നൊരു കുട്ടി വയലിൻ വായിക്കുന്നു, നിങ്ങൾക്ക് ഈ സംഗീതം ആസ്വദിക്കാൻ സാധിക്കും. അതിനൊരു തടസ്സവുമില്ല. കാരണം സംഗീതം ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംഗീതത്തിന് ദൈവികതയുണ്ട്, അതൊരു ഡിവൈൻ കാര്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പലരും പറയുന്നത് സംഗീതം ഹൃദയത്തിൻ്റെ ഭാഷയാണെന്ന്, അല്ലെങ്കിൽ സംഗീതത്തിന് ഭാഷയേ വേണ്ട എന്ന്. ശരിയല്ലേ? മ്യൂസിക് വളരെ ഡിവൈനായ ഒന്നാണ്. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമെന്നാൽ നമ്മുടെ ഉള്ളിലും ഒരു സംഗീതമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആദ്യം പുറത്തുള്ള സംഗീതം കേൾക്കുക. പതുക്കെ 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 നമ്മുടെ ഉള്ളിലെ സംഗീതം നമുക്ക് കേൾക്കാൻ സാധിക്കാത്രേ. പല ആൾക്കാരും പറയുന്ന കാര്യമാണ്, നല്ല സംഗീതം ധ്യാനത്തിനെ വളരെയധികം സഹായിക്കുന്നുവെന്ന്. ഇവിടം കൊണ്ട് നമുക്ക് മൂന്നാമത്തെ കാഴ്ചപ്പാടും തുടങ്ങാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാഴ്ചപ്പാട്. പക്ഷെ അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളെല്ലാവരും ഓടക്കുഴൽ കണ്ടു കാണും, ഓടക്കുഴലിൻ്റെ മധുരമായ സംഗീതം കേട്ടിട്ടുമുണ്ടാവും. ഇത് പറയാമോ, എങ്ങനെയാണ് ഓടക്കുഴലിൽ സംഗീതം സൃഷ്ടിക്കപ്പെടുന്നത് എന്ന്? എങ്ങനെയാണ് ഓടക്കുഴൽ വായിക്കുന്നത്? ഓടക്കുഴലിൽ ദ്വാരങ്ങളുണ്ട്, ഒരുപാട് ദ്വാരങ്ങൾ. മിക്കപ്പോഴും ഇത് 7 ദ്വാരങ്ങളാണ്. 7 സ്വരങ്ങൾക്ക് 7 ദ്വാരങ്ങൾ. സ, രി, ഗ, മ, പ, ധ, നി. 7 സ്വരങ്ങൾ, 7 ദ്വാരങ്ങൾ. ചില കേസിൽ 8 ദ്വാരങ്ങൾ കാണാറുണ്ട്, ചിലപ്പോഴൊക്കെ 9. അത് ചില പ്രത്യേക ആവശ്യങ്ങൾക്കാണ്. പക്ഷെ പൊതുവെ ഒരു ഓടക്കുഴലിൽ 7 ദ്വാരങ്ങളാണ്.
7 സ്വരങ്ങൾക്ക് വേണ്ടി 7 ദ്വാരങ്ങൾ. ഓടക്കുഴൽ വായിക്കുന്നൊരു വ്യക്തി കുഴലിൻ്റെ അറ്റത്ത് ഊതുന്നു. ഈ വായുവിനെ പ്രത്യേക രീതിയിൽ പല പല ദ്വാരങ്ങളിലൂടെ കടത്തിവിടുന്നു. അപ്പോൾ അതിമനോഹരമായ സംഗീതം സൃഷ്ടിക്കപ്പെടുന്നു. ശരിയല്ലേ? ഇങ്ങനെയാണ് ഓടക്കുഴലിൽ സംഗീതം സൃഷ്ടിക്കപ്പെടുക. ഇനിയൊരു ചോദ്യം. നിങ്ങളൊരു ഓടക്കുഴലിൽ ചെളിയും മണ്ണും നിറച്ചു എന്നിരിക്കട്ടെ. ഈ ഓടക്കുഴൽ പിന്നെ വായിക്കാൻ സാധിക്കുമോ? ഓടക്കുഴൽ വായിക്കുന്ന ഒരാൾ, അയാൾ ഇനി എത്ര മിടുക്കനായിരുന്നാലും ശരി, ഈ കല എത്ര പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ചെളിയും മണ്ണും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓടക്കുഴൽ അയാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിൽ നിന്നും അയാൾക്ക് സംഗീതം സൃഷ്ടിക്കാൻ സാധിക്കില്ല. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഒരു ഓടക്കുഴലാണ് എന്നാണ്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. പറയുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ ശരീരങ്ങളുണ്ട് എന്നാണ്. കാണാൻ സാധിക്കുന്ന ഈ ശരീരത്തെ സ്ഥൂല ശരീരമെന്ന് പറയുന്നു. എന്നാൽ സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത മറ്റൊരു ശരീരം നമുക്കുണ്ടത്രേ. അതിനെ സൂക്ഷ്മ ശരീരമെന്ന് പറയുന്നു. അതിൽ ഒരുപാട് എനർജി പോയിന്റുകളുണ്ട്. അവയെ ചക്രങ്ങൾ എന്ന് വിളിക്കുന്നു. പറയുന്നത് നമ്മുടെ നട്ടൽ അവസാനിക്കുന്നിടത്ത് തൊട്ട് നമ്മുടെ ശിരസ് വരെ 7 ചക്രങ്ങളുണ്ടെന്നാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണത്. അതായത് നമ്മൾ ഓരോരുത്തരും ഒരു ഓടക്കുഴലാണ്. നമ്മുടെ നട്ടൽ ഒരു മുളന്തണ്ട് പോലെയാണ്. അതിൽ 7 ദ്വാരങ്ങളെന്ന പോലെ 7 ചക്രങ്ങൾ. പക്ഷെ നിർഭാഗ്യവശാൽ ഇതിൽ നിന്നും സംഗീതം പുറത്തേക്ക് വരുന്നില്ല. കാരണം ഈ ഓടക്കുഴലിനുള്ളിൽ നിറച്ചും ചെളിയും മണ്ണുമാണ്. ഓരോരുത്തരും അവരുടെ ഉള്ളിലെ ചെളിയും മണ്ണും എടുത്തു കളഞ്ഞാൽ, അടഞ്ഞു കിടക്കുന്ന ദ്വാരങ്ങളെ തുറന്നാൽ, പിന്നെ നിങ്ങൾ നല്ലൊരു ഓടക്കുഴലാണ്. ഭഗവാന്റെ കയ്യിലെ ഓടക്കുഴൽ. പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ചെളിയും മണ്ണും നിങ്ങൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ പിന്നെ നിങ്ങൾ ഭഗവാന്റെ കയ്യിലാണെന്നാണ്. നിങ്ങളിലൂടെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മനോഹരമായ സംഗീതം ഈ ലോകത്തെ മുഴുവൻ കേൾപ്പിക്കുമെന്നാണ്. എന്താണ് ഈ അഴുക്കും ചെളിയും? ഒരുപാട് തരം അഴുക്കും ചെളിയുണ്ട്. ഉദാഹരണത്തിന് ഞാൻ എന്ന ചിന്ത. ഇത് നമ്മളിൽ പലരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു അഴുക്കാണ്. ഞാൻ എന്ന ചിന്ത. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ശരി, ഈ അഴുക്കെടുത്ത് കളയുന്നത് എങ്ങനെയാണ്? ഭയങ്കര വലിയൊരു ചോദ്യമാണ്. ഒരുപാട് പേർ ഇതിന് ഒരുപാട് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിലർ പറയുന്നു ക്രിയായോഗ എന്ന്, ചിലർ പറയുന്നു ഭക്തി എന്ന്, ചിലർ പറയുന്നു ധ്യാനമെന്ന്. നിങ്ങളിതിനെക്കുറിച്ച് അന്വേഷിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ശരിയെന്ന് തോന്നുന്ന വഴി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വഴിയിലൂടെ നിങ്ങൾ നടക്കുക. പറയുന്നത് നമ്മുടെ ഉള്ളിലെ അഴുക്കെല്ലാം ഇല്ലാതാകുമ്പോൾ, 7 ദ്വാരങ്ങളും തുറക്കപ്പെടുമ്പോൾ, ഒരോടക്കുഴൽ എന്ന പോലെ നമ്മുടെ ഉള്ളും ശൂന്യമാവുമ്പോൾ നമ്മളിലൂടെ ഭഗവാന്റെ മനോഹരമായ സംഗീതം പുറത്തേക്ക് വരുന്നു എന്നാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾ ഇന്ന് കേട്ട കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഒരു പുതിയ അറിവായിരുന്നോ? എങ്കിൽ തീർച്ചയായിട്ടും അത് കമൻസിലൂടെ പറയുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം അറിവ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അത് ഈ ചാനലിൽ കിട്ടുന്ന വളരെ വലിയൊരു സപ്പോർട്ടാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.